ഹലോ, ഞങ്ങൾ കോട്ടൂരത്തെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞിട്ട് വിതിരയിലുള്ള കാട്ടിലെ കട എന്ന് പറയുന്ന കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ഫുഡ് വളരെയധികം സൂപ്പറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടനും അനിയനും അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെയും കൂടി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ അവിടെ ഫുഡ് പിന്നെ പോകുന്ന വഴി ചേട്ടനൊരു സംശയം, ഫുഡ് കിട്ടുമോയെന്ന് അറിയത്തില്ല, അവിടെ തിരക്കാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ നല്ല തിരക്ക്, ഒരുപാട് വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്, ആൾ കുറയുമ്പോൾ ഇറങ്ങാനായിട്ട് അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് കൂവയിലയിലാണ്. അതുപോലെ നല്ല സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ ചിക്കൻ തോരനൊക്കെയാണ്, കപ്പയും മീനും അടിപൊളി ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനുള്ള പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ കാത്തുനിന്ന്, ചിലപ്പോൾ അവിടെ നിന്ന് ഫുഡ് കിട്ടാനും ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ കടയിൽ പോയി ഫുഡ് കഴിച്ചു. ആ ഫുഡ് അത്ര കൊള്ളില്ലായിരുന്നു. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നിട്ട് പിന്നെ അഴുക്ക ഫുഡ് കഴിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള മങ്കയം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടൊക്കെയല്ലേ, അപ്പോൾ നമുക്കൊന്ന് കൂൾ ഓഫ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് മങ്കയം വാട്ടർഫാൾസ്. നെടുമങ്ങാട് താലൂക്കിലെ പാലോടിനടുത്താണ് ഈ മങ്കയം എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്കുള്ള എൻട്രി ഫീസ് 40 രൂപയാണ്. അപ്പോൾ ഇവിടെ തട്ടുകളായിട്ടാണ് ഉള്ളത്. നമ്മൾ കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ തട്ടുകളായിട്ടാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അതിമനോഹരമായിട്ടുള്ള വാട്ടർഫാൾസാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ബൈക്കിലായാലും കാറിലായാലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രൈമോർ എസ്റ്റേറ്റിലേക്കുള്ള റൂട്ടിലാണ് ഈ മങ്കയം വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദൂനും സേതുവിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ കുറേ ദൂരം നടക്കാനുണ്ട് വാട്ടർഫാൾസിലേക്ക് എത്താൻ വേണ്ടി. അതും വഴിയൊന്നും പ്രോപ്പറായിട്ടുള്ള വഴികളൊന്നുമല്ല, വേരും കല്ലും പാറയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഒത്തിരി റിസ്ക്കുള്ള വഴിയാണ്. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല കാഴ്ചയായിരുന്നു ഇവിടുത്തത്. ഒരുപാട് മുളയൊക്കെ ഉണ്ട്, നല്ല കുളിർമയുണ്ട് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും. അങ്ങനെ ആദ്യവും സേതു ആദ്യമായിട്ട് വാട്ടർഫോൾസ് കാണുന്ന സന്തോഷത്തിലാണ് നിൽക്കുന്നത്. മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും, ഇതൊക്കെ പൊട്ടി വീഴോ എന്നൊക്കെ തോന്നി. നമ്മൾ അവിടേക്ക് നിന്നാണ് സെൽഫിയൊക്കെ എടുത്തത്. പാറകൾക്കിടയിലാണ് ഈ മരങ്ങളെല്ലാം പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും ട്രിവാൻഡ്രത്ത് വരുന്നവർ, വൺ ഡേ ടൂറിനൊക്കെ വരുന്നവർ ഈ വാട്ടർഫോൾസ് മിസ് ചെയ്യരുത്. അടിപൊളിയാണ്, ഇവിടെ വരണേ. വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് പൊന്മുടിയിലേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നടന്നൊക്കെ ഇറങ്ങി തളർന്ന് കുട്ടികളൊക്കെ കിടന്നു. അങ്ങനെ നമ്മൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്. ഇടയ്ക്കവർ ഉണരും, എവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ പൊന്മുടി കാണാനുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു, വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ട് ടയേർഡായതുമില്ല. സൈഡിലുള്ള കാഴ്ചകളെല്ലാം നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ പൊന്മുടി താഴെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇപ്പോഴൊരു ട്വിസ്റ്റ് സംഭവിച്ചു. 4 മണി കഴിഞ്ഞാൽ വണ്ടികളൊന്നും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ഇനി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ലാസ്റ്റ് ബസ് വരും, ബസ്സിൽ കയറിപ്പോയിട്ട് തിരിച്ച് ആ ബസ്സിൽ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 20 മിനിറ്റ് മാത്രമേ നമുക്ക് ഹിൽ ടോപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബസ് പോവും, അതായത് 5:20 ബസ് എടുക്കും. ആ സമയത്ത് തന്നെ എല്ലാവരും ബസ്സിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, കുട്ടികളെയും കൊണ്ട് ബസ്സിൽ പോകുന്ന കാര്യം പാടല്ലേ. പക്ഷേ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ബസ് യാത്ര തുടങ്ങി. ബസ്സിൽ നല്ല രസമുണ്ടായിരുന്നു, പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എല്ലാവരും പോയത്.
അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ താമസിക്കുന്ന ഒരു ചേച്ചിയാണ് സീറ്റിൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ ആ ചേച്ചി സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഗ്രാമ്പൂവിൻ്റെ മണവുമായിരുന്നു. ചേച്ചി എന്താ ഗ്രാമ്പൂവിൻ്റെ മണം എന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം ഗ്രാമ്പൂ നട്ടിരിക്കുന്നതാണ്, ഗ്രാമ്പൂ പടങ്ങളാണെന്ന് പറഞ്ഞ് ആ ചേച്ചി കാണിച്ചു തന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. ചെറിയൊരു മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. പിന്നെ തേയിലത്തോട്ടങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. ഓരോ സ്ഥലം എത്തുമ്പോഴും ഓരോരോ കഥകളുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടക്ടർ ബാക്കിൽ നിന്നപ്പോൾ കണ്ടക്ടർ എല്ലാവരുടെ അടുത്തും ഓരോരോ കഥകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ നിന്ന സ്ഥലത്താണ് കണ്ടക്ടർ നിന്നത്. കണ്ടക്ടർ ഓരോരോ കഥകൾ പറഞ്ഞു തന്നു. അവിടെ നടന്നിട്ടുള്ള അപകടങ്ങളെ പറ്റിയും നല്ല നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. ലൈഫിലെ ഒരു ബെസ്റ്റ് മെമ്മറി ആയിരുന്നു ഈ യാത്ര. ബസ് നിറയെ യാത്രക്കാരും വളവും തിരിവും, ഇടയ്ക്ക് ഗ്രാമ്പൂ പാടങ്ങളും തേയിലത്തോട്ടവും ഗ്രാമീൻ്റെ മണവും ഒക്കെ തണുത്ത കാറ്റുമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഗ്രാമ്പൂ തോട്ടങ്ങളാണേ. കണ്ടോ, ഗ്രാമ്പൂ നല്ല മണമുണ്ട്. ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണേ. അങ്ങനെ ഒരുപാട് ബസ്സുകളൊക്കെ തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ നമുക്കൊരു 20 മിനിറ്റ് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെ ഇരിക്കാൻ പറ്റില്ല. കുട്ടികൾ ഓട്ടോ വരുന്നു. കാരണം ഒത്തിരി ഡേഞ്ചറസ് സ്ഥലമല്ലേ. ചേട്ടനും അനിയനും കൂടി എന്തൊക്കെയോ റീൽസ് എടുക്കൊക്കെ ആയിരുന്നു. പിന്നെ ആധുനിക സേവനം നോക്കുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. എങ്കിലും അടിപൊളിയായിരുന്നു. ഒരു വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരമല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു വിഷമമായിരുന്നു. എങ്കിലും അടിപൊളി യാത്രയായിരുന്നു.